ചോദിക്കാനൊന്നുമില്ല, അങ്ങോട്ട് വന്നാൽ ഇഷ്ടമായി പോയി. വെന്റിലേറ്റർ ഇപ്പോൾ 15 ആണെങ്കിലും വളരെ സന്തോഷമുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കണ്ണ് നനയുന്ന നല്ല കുറച്ച് മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഞാനിപ്പോഴുള്ളത് വയനാട്ടിൽ കൽപ്പറ്റയ്ക്ക് സമീപം തൃക്കൈപ്പറ്റയിലെ മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതി, അതിന്റെ ആദ്യഘട്ടം നമ്മളൊക്കെ ഈ വിഷനിലൂടെ നമ്മൾ കാണിച്ചു തന്നാണ്. അതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതാണ്. 51 വീടുകളുടെ താക്കോൽ ദാനം നൽകിയതാണ്. ആ വീട്ടിലേക്ക് ആ വീട്ടിന്റെ ഉടമസ്ഥർ അവര് താമസിക്കുന്ന ദിവസമാണിന്ന്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 51 ഭവനങ്ങൾ, തൊട്ടരികിലായിട്ട് 51 ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷത്തോളമായി 2024 ജൂലൈ അവസാനത്തിലാണ് നാടിനെ നടുക്കിയ വലിയ ദുരന്തമുണ്ടായത്. അതിനുശേഷം നമ്മൾ 2025 കഴിഞ്ഞ് 26 ഇന്ന് ഇപ്പോഴ് നമ്മൾ ഏപ്രിൽ 27 സംസാരിക്കുമ്പോൾ ഈ 51 വീട്ടിലെ ഉടമസ്ഥർ, അതായത് സർക്കാരിന്റെ ടൗൺഷിപ്പ് അരികിലായിട്ടുണ്ട്. അവിടെ ഔദ്യോഗികമായിട്ട് കൈമാറ്റം നടത്തപ്പെട്ടെങ്കിൽ പോലും ഇതുവരെ അവിടത്തേക്ക് താമസം മാറിയിട്ടില്ല. അതൊരു വശത്ത് നിൽക്കുന്നു. ധാരാളം തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം, സാദിഖ് അലി തങ്ങളാണെങ്കിൽ സാദിഖ് അലി തങ്ങൾ ആ ദിവസം മുതൽ തുടങ്ങിയ യാത്രയാണ്. അതിനൊരു പ്രത്യേക കമ്മിറ്റി നമ്മൾ ധാരാളം തവണകളിലായിട്ട് വാർത്തകളിലൂടെ പറഞ്ഞതാണ്. ആ പി കെ ബഷീർ നേതൃത്വം നൽകുന്ന സബ് കമ്മിറ്റി, വയനാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, വയനാട്ടിലെ മാധ്യമ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന അതിസുന്ദരമായ കാഴ്ചകളിലേക്ക് നമ്മൾ വരുന്നത്. എന്തായാലും നമ്മൾ ഒരു നോമ്പിന്റെ സമയത്ത്, റംസാൻ സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യങ്ങൾ, അന്ന് ഏകദേശം 10,000-കണക്കിന് ആളുകളാണ് ശരിക്കും ആ ചടങ്ങിലേക്ക്, ഈ ഭവന കൈമാറ്റ ചടങ്ങിലേക്ക് വന്നിരുന്നത്. ഇന്ന് പാർട്ടി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇവരുടെ സ്വകാര്യത മാനിക്കണം, പ്രത്യേകിച്ച് ധാരാളം പേര് വരരുത്, പാർട്ടി പ്രവർത്തകരോടൊക്കെ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വിഷ്വലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഇന്നും വന്നിട്ടുണ്ട്. സാദിഖ് അലി തങ്ങളെ കാത്തിരിപ്പാണ്. അദ്ദേഹം ഏകദേശം അടുത്ത സമയത്തിനകം ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ കേരള ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത വളരെ സന്തോഷകരമാണ്. നമ്മൾ ധാരാളം സന്തോഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു ജനതയുടെ സന്തോഷമാണ്. സാധാരണ സർക്കാരാണ് എല്ലാ സഹായങ്ങളും കൊടുക്കാറ്. സർക്കാരുകൾ വാക്ക് പാലിക്കാറുണ്ടോ എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഒരു പാർട്ടി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അവർ കൃത്യമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളിലൂടെ സഞ്ചരിച്ച് അത് കൃത്യമായിട്ട് കൈമാറ്റം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജനകീയത, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയമായിട്ട് പലരും, ഇപ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ പറയാറുണ്ട് രാഷ്ട്രീയമായിട്ട് വലിയ വിശ്വാസമില്ല, രാഷ്ട്രീയക്കാർ അത് പറയുന്നു ഇത് പറയുന്നു, വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരത്തിൽ എല്ലാം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് അവരുടെ ദൗത്യം നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഇവരെല്ലാവരും ഉണ്ട്, നമുക്കൊന്ന് 5 വീടുകളും കൂടെ കയറിയിട്ട് പിരിയാന്നുള്ളതല്ലേ. കൂടെ വിളിക്കുകയായിരുന്നു നന്നായിരുന്നു. രമേച്ചി, നമ്മള് രമേച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്, ബഹുമാനത്തോട്. അതെ അതെ, നമ്മളെ ഈ സന്തോഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. പക്ഷെ നമ്മളെക്കാൾ വലിയ സന്തോഷം രമ്യക്കുണ്ടാവും. ആ സന്തോഷം ഒന്ന് 2 വേർഡായിട്ടൊന്ന് പറഞ്ഞു, ഇതിൽ പറഞ്ഞാൽ സന്തോഷമാണ്. നമ്മളിപ്പോൾ 2 കൊല്ലത്തോളാകാനായി വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പം ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണല്ലോ, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് വീട് തന്നവര്, പിന്നെ ഏപ്രിൽ 1 തന്നെ നമുക്ക് വീട് കൈമാറിയിട്ട് നമ്മളെ കുട്ടികളെ സ്കൂളിൻ്റെ ഒരു ഇതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് ഇങ്ങോട്ടേക്ക് ആക്കിയതാണ്. എല്ലാവരും നമ്മൾ 51 കുടുംബം.
ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും 2 മക്കളും ഭർത്താവും. അങ്ങനെ വളരെ സന്തോഷമായി. ഓ സന്തോഷം. മുസ്ലിം ലീഗ് വാക്ക് പാലിച്ചു. ഓ തീർച്ചയായിട്ടും. ഇത് ഞങ്ങള് ജയദേച്ചി അറിയാലേ. ജയദേച്ചി എങ്ങനെയുണ്ട് ഹാപ്പിനെസ്? ഈ ഇലക്ഷന്റെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ? ഇലക്ഷന്റെ ബഹളം കഴിഞ്ഞ് ഒന്ന് ചെറിയ സൂര്യതാപം ഏറ്റിരുന്നു. പിന്നെ 5 ദിവസം ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കിടന്നു. ചെറിയ പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓക്കെ ആയി. അതെ അതെ, അവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഹെൽത്ത് വീക്കാണ്, ഓക്കെ ആയി വരുന്നുള്ളൂ. അപ്പൊ സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് എന്റെ വീട്ടിൽ കൂടിയതിനേക്കാളും എനിക്കൊരു സന്തോഷം ഇവിടെ ഉണ്ട്. ഞാനും ഇപ്പൊ അടുത്താണല്ലോ കൂടിയത്. അപ്പം എന്താ പറയുക, ഇവിടെ ഇവര് സന്തോഷത്തോടെ ആയുരാരോഗ്യത്തോടുകൂടെ ഒരുപാട് ആയുസ്സോടുകൂടെ ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. ഒപ്പം ഒരുപാട് പ്രയാസങ്ങളെ അതിജീവിച്ചാണ് ഇവർ ഈ സന്തോഷത്തിലേക്ക് ഈ 2 വർഷക്കാലം കൊണ്ട് കടന്നെത്തിയിട്ടുള്ളത്. ഈ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഒപ്പം എനിക്ക് സന്തോഷമുള്ളത് ഇങ്ങനെ എല്ലാവരും പങ്കുവെക്കപ്പെടുമ്പോഴും ഞാനൊരു മുസ്ലിം ലീഗുകാരി ആയതാണ് ഇപ്പം എൻ്റെ സന്തോഷം. കാരണം എന്നെ എൻ്റെ പാർട്ടി പഠിപ്പിച്ചത് എൻ്റെ മതം, എൻ്റെ ദൈവം ഞാൻ വിശ്വസിക്കണമെന്നാണ്. അത് തന്നെയാണ് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും. ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു ജീവകാരുണ്യത്തോടുള്ള അദമ്യമായ ആഗ്രഹമാണ് എന്നെ മുസ്ലിം ലീഗിൽ എത്തിച്ചത്. ഒപ്പം ഇന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യത്തെ നേർക്ക് നേരെ കാണുമ്പോഴുണ്ടാകുന്ന ഹൃദയം നിറഞ്ഞ സന്തോഷത്തിലാണ് ഇന്ന് രമ്യയുടെ വീട്ടിൽ ഞാനും നിൽക്കുന്നത്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഇത് വീടുമായി ബന്ധപ്പെട്ടല്ല, അടുത്തത് തിങ്കളാഴ്ചയാണ്, ഇതേ ദിവസമാണ് 4-ാം തീയതി. 4-ാം തീയതിയാണ്. ഈ സമയത്ത് ഈ വൈകുന്നേരം എന്തായിരിക്കും സംഭവിക്കുക? ഉറപ്പായും ആഹ്ലാദ പ്രകടനത്തിലായിരിക്കും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുള്ള മുഹൂർത്തങ്ങളിലൂടെ വയനാടും കേരളവും മലയാളവും ഒക്കെ കടന്നു പോകുന്ന ഒരു സമയമാണ്. 2 പേര് എനിക്ക് വേണ്ടി പാടുമോ? പിന്നെ ഒരു മിനിറ്റ്. നമ്മളിപ്പം ജയന്തി ചേച്ചി സംസാരിച്ചത് അടുത്ത തിങ്കളാഴ്ച ഇതേ സമയത്ത് റിസൾട്ടാ, അടുത്ത തിങ്കളാഴ്ചയാണ്. അപ്പൊ ആഹ്ലാദ പ്രകടനത്തിലായിരിക്കും എന്നോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നിപ്പം വലിയൊരു സന്തോഷത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ താങ്കൾ ലീഗിലേക്ക് വന്നു, ലീഗിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് സംസാരിച്ചു, പാടുന്നുണ്ട്. ലീഗിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് താങ്കൾ ലോകത്തോട് പറയുന്നുണ്ട്. ചിലർ എതിർക്കുന്നുണ്ട്, ചിലർ വെല്ലുവിളിക്കുന്നുണ്ട്, താങ്കൾ അവർ മറുപടിയും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സന്തോഷ മുഹൂർത്തത്തിൽ 2 വരി താങ്കളുടെ സന്തോഷമാണ് വേണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അടിസ്ഥാന പ്രമാണം തുല്യനീതി, അതുപോലെ തന്നെ അഭിമാനകരമായ അസ്തിത്വം, ഇത് രണ്ടുമാണ്. എല്ലാവർക്കും അവനവന്റെ സംസ്കാരത്തിൽ വിശ്വസിച്ച് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് ഈ പാർട്ടിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും വരണമെന്ന് സംശയിച്ചു നിൽക്കുന്നവർക്കും വരാത്തവർക്കുമൊക്കെ വരാനുള്ള ഏറ്റവും വലിയ ഒരവസരം കൂടിയാണ് ഈ ഗൃഹപ്രവേശ ദിനം. ഇതിലും വലിയ തെളിവുകളൊന്നും വേണ്ട. എത്രയോ ചരിത്രങ്ങളുണ്ട് ഇതുപോലത്തെ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇതൊരു പുതിയ പ്രവർത്തനമല്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് മുന്നനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തോന്നാം. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ഭിന്ന സുസ്വരം കേൾക്കുവാനാവണം, മനുജസാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ എല്ലാ നന്മയുടെ സാധ്യതകളും വിളയിക്കാൻ എല്ലാ അയൽക്കാരുടെയും ഹൃദയം കവരാൻ വേണ്ടത് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കതിൽ അഭിമാനമേ ഉള്ളൂ. അത് ചെയ്യാൻ നിങ്ങളും പ്രാർത്ഥിക്കൂ. ഓക്കെ, ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ജയന്തി രാജൻ, ഇത് ഹരിഗോവിന്ദൻ, ഇത് കമാൽ വരദൂർ. ഞങ്ങളുടെ മുന്നിലുള്ളത് മലയാളം എന്ന വിശ്വാസമാണ്, മലയാളി എന്ന അഹങ്കാരമാണ്, അല്ലാതെ ജാതി മത ചിന്തകളല്ല. അപ്പൊ മതേതരത്വം വിജയിക്കട്ടെ എന്ന വലിയ മുദ്രാവാക്യവുമായിട്ട് ഈ തൃക്കൈപ്പറ്റയിലെ ഭവന പദ്ധതിക്ക് മുമ്പിൽ ഇവിടുത്തെ നിവാസികൾക്ക് ഇനി വരാനുള്ളവർക്കൊക്കെ നന്മകൾ നേർന്ന് അവസാനിപ്പിക്കുന്നു.